നമസ്കാരം. തിരുവനന്തപുരത്ത് നേമം നിയോജക മണ്ഡലത്തിൽ LDFിൻ്റെ CPIMൻ്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന ശ്രീ ശിവൻകുട്ടി, വി ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രിയാണ്. നേമത്തെ നിയുക്ത MLA ആണ്. വീണ്ടും അദ്ദേഹം ജനവിധി തേടുകയാണ്. അദ്ദേഹം SDPI അദ്ദേഹത്തിന് നൽകിയ പിന്തുണ, അതായത് SDPIയുടെ വോട്ട് ശിവൻകുട്ടിക്കാണ് എന്ന് SDPI നടത്തിയ പ്രസ്താവനയെ സ്വാഗതം ചെയ്യുകയും അതിനവർക്ക് നന്ദി പറയുകയും ചെയ്തു. അതിൽ എന്തെങ്കിലും ഒരു അപ്രായോഗികമായിട്ടുള്ള എന്തെങ്കിലും ഒരു രാഷ്ട്രീയ നടപടിയാണോ അത്, അല്ലെങ്കിൽ എന്തെങ്കിലും അസ്വാഭാവികമായിട്ടുള്ള ഒരു നടപടിയാണോ അത് എന്ന് ചോദിക്കാൻ വേണമെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക്. കാരണം ഒരു SDPI ഒരു രാഷ്ട്രീയ കക്ഷിയാണ്, CPIM ഒരു രാഷ്ട്രീയ കക്ഷിയാണ്. SDPI ഈ തെരഞ്ഞെടുപ്പിൽ CPIMനെ പിന്തുണയ്ക്കുന്നു. അതിലെന്താണ് അസ്വാഭാവികത? അസ്വാഭാവികത SDPI ആണ്. ഇത് പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കാരണം PFI എന്ന നിരോധിത ഭീകരവാദ സംഘടനയുടെ രാഷ്ട്രീയ കരം മാത്രമാണ് SDPI. അതാണ് ഇതിലെ അസ്വാഭാവികത. ആ അസ്വാഭാവികത പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അതല്ല ഇന്നത്തെ വിഷയം മഹാരാജാസിലെ അഭിമന്യുവാണ്. കാരണം വി ശിവൻകുട്ടി വളരെ സന്തോഷത്തോടുകൂടി SDPI ഒരുക്കുന്ന സ്നേഹവിരുന്നിൽ പോയി പങ്കെടുത്ത് അവർ നൽകിയ വിഭവങ്ങളെല്ലാം രുചിച്ച് അവർ നൽകുവാൻ പോകുന്ന വോട്ടുകളെ സ്വാഗതം ചെയ്ത് ആ സമ്മതിദാനം കൊണ്ട് താൻ വിജയിക്കുമെന്ന് ഉറപ്പിച്ച്, അല്ലെങ്കിൽ അതിൽ അഭിരമിച്ച്, അങ്ങനെ വിശ്വസിച്ച് അവർക്ക് നന്ദിയും പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ തിരഞ്ഞെടുപ്പിലേക്ക് അടുക്കുന്ന കേരളം, ഏപ്രിൽ 9 പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന കേരളം, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ സാധാരണക്കാരായ അണികളും അനുഭാവികളും, മനസ്സുകൊണ്ടെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് അനുഭാവമുള്ളവർ ഓർക്കേണ്ടത് മഹാരാജാസിലെ അഭിമന്യുവിനെയാണ്. കാരണം ഒരു സാധാരണ പയ്യൻ, ഒരു ആദിവാസി വിഭാഗത്തിൽ നിന്ന് പഠിച്ച് ഒരു നല്ല നിലയിലെത്തി സ്വന്തം കുടുംബത്തിനെ നല്ല രീതിയിൽ നോക്കണമെന്ന ആഗ്രഹവുമായി മഹാരാജാസ് കോളേജിൽ പഠനത്തിനെത്തി SFIയുമായി ബന്ധപ്പെട്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിദ്യാർത്ഥി വിഭാഗമായ SFIയുമായി ബന്ധപ്പെട്ട് മഹാരാജാസിൽ വളരെ ക്രിയാത്മകമായ പ്രവർത്തനം കാഴ്ചവെക്കുക മാത്രമല്ല, എതിർകക്ഷികളെന്ന് പറയാവുന്ന KSUക്കാരോടും AVBPക്കാരോടും എല്ലാം വളരെ സൗഹാർദ്ദപരമായിട്ടുള്ളൊരു മനോഭാവം വെച്ച് പുലർത്തി അവരുമായിട്ടുള്ള രാഷ്ട്രീയപരമല്ലാത്ത എല്ലാ കാര്യങ്ങളിലും പൂർണ്ണ മനസ്സോടെ സഹകരിക്കുകയും ചെയ്ത് മഹാരാജാസിൽ ഏറെക്കുറെ എല്ലാവർക്കും പ്രിയങ്കരനായി മാറിയൊരു വ്യക്തിയായിരുന്നു അഭിമന്യു. വട്ടവട എന്നുള്ള ഒരു പ്രദേശത്തു നിന്ന്, അത്ര വികസനമൊന്നും അധികം എത്തി നോക്കാത്തൊരു പ്രദേശത്തു നിന്ന് എറണാകുളത്തെത്തി കൊച്ചിയിലെത്തി മഹാരാജാസിൽ പഠിച്ചിരുന്ന ആ യുവാവെന്ന് തന്നെ പറയാം, അല്ലെങ്കിൽ ആ ഒരു കൗമാരക്കാരനെ ക്രൂരമായി കൊലപ്പെടുത്തിയത് SDPIയും PFIയും ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യയും എല്ലാം കൂടിക്കലർന്ന്, ഇതെല്ലാം ഒന്ന് തന്നെയാണ്. ഇതിൽ പരസ്പര ഭേദമൊന്നുമില്ല. SDPI PFIയുടെ രാഷ്ട്രീയകരമാണെങ്കിൽ SDPIയുടെ വിദ്യാർത്ഥി സംഘടനാകരമാണ്, അല്ലെങ്കിൽ വിദ്യാർത്ഥി സംഘടനാ വിഭാഗമാണ് ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ PFIയുമായി നേരിട്ട് തന്നെ ബന്ധമുള്ള ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യ. ഇപ്പോൾ അതും നിരോധിത സംഘടനയാണ്. ഇതിൽ ഉൾപ്പെട്ട ആളുകളാണ് അഭിമന്യുവിനെ കൊലപ്പെടുത്തിയത്. ആ അഭിമന്യു കൊല്ലപ്പെട്ടപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിച്ച നയം എന്താണ്? നാട് നീളെ ചുവരെഴുത്തുകൾ നടത്തി വർഗീയത തുലയട്ടെ. ആരുടെ വർഗീയത തുലയട്ടെ എന്നവരൊരിടത്തും എഴുതിയിട്ടില്ല കൃത്യമായി. SDPIയുടെയോ PFIയുടെയോ ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെയോ വർഗീയത തുലയട്ടെ എന്ന് അവർ ഒരു ചുമരിലും എഴുതി വച്ചിട്ടില്ല, ഒരു പോസ്റ്ററും അച്ചടിച്ചിട്ടില്ല. ഒരു ദുഃഖാചരണ പോസ്റ്റുകളിലും SDPIയുടെയോ PFIയുടെയോ ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെയോ പേരുകൾ വരാതിരിക്കുവാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉയർന്ന നേതാക്കൾ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു, ശിവൻകുട്ടി ഉൾപ്പെടെ. ശിവൻകുട്ടിയുടെ അഭിമന്യു കൊല്ലപ്പെട്ട കാലത്തുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇപ്പോഴും ലഭ്യമാണ്. അത് അദ്ദേഹം ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ ലഭ്യമാണ്. കണ്ടെത്തി വായിക്കുക. കാരണം അഭിമന്യുവിനെ ഓർത്തെടുക്കേണ്ടത് ഈ അവസരത്തിൽ, ഈ തിരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിൽ വളരെ അത്യാവശ്യമാണ്. അത് ഒരു പാവപ്പെട്ട നല്ല മനസ്സുള്ള, എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖവുമായി മാത്രം ആളുകൾക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു വിദ്യാർത്ഥി കൊല്ലപ്പെട്ടത് കൊണ്ട് മാത്രമല്ല, അഭിമന്യു എന്നുള്ള നല്ല വ്യക്തിയെ തീർച്ചയായും നാം ഓർക്കണം. പക്ഷേ അഭിമന്യു ഒരു പ്രതീകം മാത്രമാണ്. കാരണം ആലോചിച്ച് നോക്കൂ, വളരെ പ്രചാരം നേടിയിട്ടുള്ള ഒരു കാര്യമുണ്ട്. അവസാന കാലങ്ങളിൽ, അതായത് കൊല്ലപ്പെടുന്നതിന് തൊട്ട് മുൻപുള്ള ദിവസങ്ങളിൽ അഭിമന്യുവിനൊരു തിരിച്ചറിവുണ്ടായി എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം അഭിമന്യുവിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വൈറലായിട്ടുണ്ട്. കാരണം RSSകാരുടെ പേര് പറഞ്ഞ് ഇവന്മാർ ഹിന്ദുക്കളെ മുഴുവനായി പണിയുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. ഇതായിരുന്നു അതിൻ്റെ സാരാംശം. അതായത് ആ ഒരു തിരിച്ചറിവ് അഭിമന്യുവിലുണ്ടായി എന്ന് നാം കരുതേണ്ടിയിരിക്കുന്നു. അത്തരത്തിൽ തിരിച്ചറിവ്
കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു സാധാരണ അണിക്കുണ്ടായാൽ പിന്നെ പാർട്ടിക്ക് അവനൊരു ഭാരമാണ്, അല്ലെങ്കിൽ ആ അണി ഒരു ഭാരമാണ്. അത്തരത്തിൽ ഭാരമായ ഒരു അണിക്ക് പിന്നെ ഒരു കർമ്മമേ അനുഷ്ഠിക്കുവാനുള്ളൂ. ഒന്നുകിൽ പാർട്ടി വിട്ട് പുറത്തുപോയി മറ്റേതെങ്കിലും പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കുക, സ്വന്തം ജീവൻ രക്ഷിക്കുവാൻ ശ്രമിക്കുക, ടി പി ചന്ദ്രശേഖരൻ്റെ ഗതി വരാതിരിക്കുവാൻ ശ്രമിക്കുക. അല്ല, പാർട്ടിയെ പൂർണ്ണമായി വിശ്വസിച്ച് അന്ധമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ പിന്നെ ആ അണിക്ക് ചെയ്യുവാനുള്ള ഒരേ ഒരു കർമ്മം രക്തസാക്ഷികൾക്കൊപ്പം ചുവരിൽ ചിത്രമായി കയറിയിരിക്കുക എന്നുള്ളതാണ്. അത്തരത്തിലൊരു ദുർവിധിയാണ് പാവം അഭിമന്യുവിനെ തേടിയെത്തിയത്. ആ ദുർവിധിക്ക് കാരണമായത്, ആ ദുർവിധിക്ക് ചുക്കാൻ പിടിച്ചത്, അതിന് കത്തി നീട്ടിയത് SDPI പോലുള്ള സംഘടനകളിൽ സജീവമായി പ്രവർത്തിക്കുന്നവരോ അല്ലെങ്കിൽ ഒളിഞ്ഞു പ്രവർത്തിക്കുന്നവരോ ആയിട്ടുള്ള ആളുകൾ തന്നെയാണ്, ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് തന്നെയാണ് ശിവൻകുട്ടിയുടെ ഈ ഒരു നന്ദി പ്രകടനം ഒരു അസഭ്യമായി തന്നെ മാറുന്നത്, അശ്ലീലമായി തന്നെ മാറുന്നത്. അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് അണികൾ, അനുഭാവികൾ അതിനെ ഒരു അസഭ്യമായി കാണേണ്ടതിൻ്റെ ആവശ്യകത. ഇനി മറ്റൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഈ അഭിമന്യുവിനെ പോലുള്ള ഒരു വ്യക്തിയെ, ഇപ്പോൾ അഭിമന്യു ജീവിച്ചിരുന്നു എന്ന് കരുതുക, അഭിമന്യുവിൻ്റെ തിരിച്ചറിവുകളൊക്കെ ഉള്ളിൽ ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുകയായിരുന്നു എന്ന് കരുതുക. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തന്നെ തുടരുകയായിരുന്നു എന്ന് വിളിക്കുക. ഏതെങ്കിലും ഒരു തരത്തിൽ അഭിമന്യുവിന് ഒരു പിൻവാതിൽ നിയമനം എങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി സാധ്യമാക്കി കൊടുക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നില്ല. പിൻവാതിൽ നിയമനം എന്നുള്ള ഒരു പ്രക്രിയ നല്ലതാണ് എന്നല്ല ഞാൻ പറഞ്ഞു വയ്ക്കുന്നത്. പിൻവാതിൽ നിയമനം എന്നുള്ളൊരു പ്രക്രിയ ഒരു അരാജകത്വം സൃഷ്ടിക്കുവാനുള്ളൊരു തുടക്കമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്നാലും പിൻവാതിൽ നിയമനം ഒരു യാഥാർത്ഥ്യമായി, അത് കോൺഗ്രസ് വന്നാലും കമ്മ്യൂണിസ്റ്റുകാർ വന്നാലും ഒരേപോലെ തന്നെ അവർ നടത്തുന്ന, കമ്മ്യൂണിസ്റ്റുകാർ കുറച്ചധികം ധാർഷ്ട്യത്തോടു കൂടി തന്നെ പച്ചയായി നടത്തുന്ന ഒരു പ്രക്രിയയാണ്. അതൊരു യാഥാർത്ഥ്യമായതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, പിൻവാതിൽ നിയമനം കൊടുക്കുകയാണെങ്കിൽ, 10 പിൻവാതിൽ നിയമനം കൊടുക്കുകയാണെങ്കിൽ അതിലൊരു 5 എണ്ണം അല്ലെങ്കിൽ പോട്ടെ ഒരു 4 എണ്ണം അഭിമന്യുവിനെ പോലുള്ള സാധാരണക്കാർക്ക് കൊടുക്കൂ എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അതവർ കൊടുക്കില്ല. ഒരെണ്ണം പോലും കൊടുക്കില്ല. 4 എണ്ണം വിട്ടേക്കൂ, 10 എണ്ണത്തിൽ 4 എണ്ണം വിട്ടേക്കൂ, ഒരെണ്ണം പോലും അവർ കൊടുക്കില്ല. അവർ കൊടുക്കുന്നത് യൂണിവേഴ്സിറ്റി കോളേജിൽ കുത്തുകേസിൽ പ്രതികളായ ശിവരഞ്ജിത്തിനെ പോലുള്ള ക്രിമിനലുകൾക്ക് മാത്രമേ അവർ ഈ പിൻവാതിൽ നിയമനങ്ങൾ കൊടുക്കുകയുള്ളൂ. അത് വെറുതെ കൊടുക്കുന്നതല്ല. കാരണം ഈ ഇത്തരം ക്രിമിനലുകളെ പോലീസ് സേനയിൽ ഉൾപ്പെടെ, ശിവരഞ്ജിത്തിനെ പോലുള്ള ആളുകൾ, ശിവരഞ്ജിത്തും അയാളുടെ കൂട്ടുപ്രതി അതെയും പോലീസ് സേനയിൽ നിയമനം നേടുവാൻ തയ്യാറായിരുന്നവരായിരുന്നു എന്ന് ആലോചിക്കുക. അവർക്ക് വേണ്ടി ചോദ്യപേപ്പർ ചോർത്തലുകൾ വരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അത് സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ നടക്കുകയാണ്. അതിലേറെക്കുറെ വാസ്തവമുണ്ട് താനും. അത്തരത്തിലുള്ള ക്രിമിനലുകൾക്കും അരാജകത്വം സൃഷ്ടിക്കാനായി അവർ ഒരുക്കി നിർത്തിയിരിക്കുന്ന ഒരു യുവനിരയുണ്ട്. അവർക്കും മാത്രമേ ഇത്തരത്തിലുള്ള പിൻവാതിൽ നിയമനങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നൽകുകയുള്ളൂ. കാരണം കാലാകാലങ്ങൾ അവരുടെ അടിമകളായി അവർക്ക് വേണ്ട അരാജകത്വം സൃഷ്ടിക്കുവാനുള്ള പ്രവർത്തികളിൽ ഏർപ്പെട്ട് അവർ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് കൃത്യമായി എന്നും അവർക്ക് വോട്ട് ചെയ്യുന്ന, വോട്ട് നേടിക്കൊടുക്കുന്ന, അവർക്ക് വേണ്ടി തെരുവിലിറങ്ങി മറ്റുള്ളവരെ ആക്രമിക്കുന്ന, പൊതുമുതൽ നശിപ്പിക്കുന്ന ഒരു വിഭാഗമായി, അല്ലെങ്കിൽ കുറെ കൂടി വളർന്നു കഴിയുമ്പോൾ ഇത്തരത്തിലുള്ള അടുത്ത തലമുറയെ സൃഷ്ടിച്ചെടുക്കുന്ന യന്ത്രങ്ങളായി ഇവർ പ്രവർത്തിച്ചു കൊള്ളുമെന്നുള്ള ഉറപ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ട്. അഭിമന്യുവിനെ പോലുള്ളവർ, പ്രത്യേകിച്ച് അഭിമന്യുവിനെ പോലെ അവസാന കാലങ്ങളിൽ ഞാൻ പറഞ്ഞിരുന്ന അഭിമന്യുവിനുണ്ടായ തിരിച്ചറിവ്, അത്തരത്തിൽ തിരിച്ചറിവ് ഉണ്ടാകുന്ന, ചിന്തിക്കുന്ന യുവതലമുറയെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ദീർഘകാലത്തേക്ക് ആവശ്യമില്ല. അവർക്കാകെ ഇത്തരത്തിലുള്ള യുവാക്കളെ ആവശ്യമുള്ളത് രക്തസാക്ഷികളായി ഭിത്തിയിൽ കയറിയിരിക്കുവാൻ വേണ്ടി മാത്രമാണ്. അതിനുശേഷം അവരുടെ അനുസ്മരണവും, അവർക്ക് കുടുംബാംഗങ്ങൾക്ക് വീട് വെച്ചു നൽകുവാനും അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുടെ സഹായത്തിന് വേണ്ടി സഹായനിധിയായും ഒക്കെ ബക്കറ്റ് പിരിവ് എന്നുള്ള കുപ്രസിദ്ധി നേടിയ പേരിൽ പിരിവ് നടത്തുക, അതിനു വേണ്ടിയിട്ട് പിരിച്ച രക്തസാക്ഷി ഫണ്ട് മുക്കുക, അല്ലെങ്കിൽ അതിൽ ക്രമക്കേടുകൾ നടത്തി പാർട്ടിയുടെ ഇത്തരത്തിലുള്ള അരാജകവാദികളെ, ഞാൻ നേരത്തെ പറഞ്ഞ ശിവരഞ്ജിത്തിനെ പോലുള്ള അരാജകവാദികളെ സഹായിക്കുവാനുള്ള മറ്റൊരു വഴി തുറന്നു കൊടുക്കുക, അല്ലെങ്കിൽ പാർട്ടി നേതാക്കൾക്ക് സുഖസൗകര്യങ്ങൾ നേടിയെടുക്കുവാനുള്ള, അല്ലെങ്കിൽ അവരുടെ സുഖജീവിതത്തിനുള്ള വഴികൾ കണ്ടെത്തുവാനുള്ള ഫണ്ടായി അത് ഉപയോഗിക്കുക. അതിലൊരു ഭാഗം, 1 കോടി രൂപ പിരിഞ്ഞിട്ടുണ്ടെങ്കിൽ 20 ലക്ഷം രൂപ അഭിമന്യുവിനെ പോലുള്ളവരുടെ കുടുംബത്തിന് നൽകുക. ഞാനൊരു കണക്ക് പറഞ്ഞതാണ്. ഒരു 80% ഇവർ മുക്കും, 20% കൊടുക്കും, വീട് വെച്ച് നൽകും. പക്ഷേ 80% ഇവർ മുക്കും. കാരണം പയ്യന്നൂരിലെ തന്നെ ജില്ലാ മേധാവിയായിരുന്ന, അല്ലെങ്കിൽ പയ്യന്നൂർ തന്നെ ഭരിച്ചിരുന്ന സഖാവ് കുഞ്ഞികൃഷ്ണൻ ഇപ്പോൾ രക്തസാക്ഷി ഫണ്ട് സംബന്ധിച്ചുള്ള ക്രമക്കേടുകളെ സംബന്ധിച്ച് വിശദമായിട്ടുള്ള വിവരങ്ങൾ പൊതുമണ്ഡലങ്ങളിൽ നിരത്തിയിട്ടുണ്ട്. അതിനെ ക്രിയാത്മകമായി
രാഗേഷോ എം വി ഗോവിന്ദനോ പിണറായി വിജയനോ പോലും പ്രതിരോധിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ രക്തസാക്ഷി ഫണ്ടുകൾ, രക്തസാക്ഷികളെ ആദ്യം നിർമ്മിക്കുക, അതിനുശേഷം അവരുടെ പേരിൽ ഫണ്ട് പിരിക്കുക, അതിനുശേഷം ആ ഫണ്ട് മുക്കി നക്കുക, ഈ 3 പ്രക്രിയകളും കാലാകാലങ്ങളായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുടർന്നു പോരുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അഭിമന്യുവിനെ നാം വീണ്ടും ഓർമ്മിപ്പിക്കേണ്ടത്. അതുകൊണ്ട് കൂടി തന്നെയാണ്. കാരണം അഭിമന്യു ഒരു പ്രതീകമാണ്. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ SDPIക്ക് ശിവൻകുട്ടി ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന നന്ദിയും ഒരു പ്രതീകമാണ്, ഒരു സൂചനയാണ്. അഭിമന്യുമാർ ഇനി ഉണ്ടാവാതിരിക്കുവാൻ SDPIമാരുമായിട്ട് അഭിമന്യുമാരെ ഭിത്തിയിൽ രക്തസാക്ഷികളായി മാലയിട്ട് രക്തഹാരം അണിയിച്ചിരുത്തി അതിന് കാരണക്കാരായ SDPIയുമായി കൈകൊടുത്ത് അവരുടെ സ്നേഹവിരുന്ന് രുചിച്ച് അതിൽ അഭിരമിച്ച് അവരുടെ സമ്മതിദാനം വാങ്ങി അധികാരത്തിലെത്തുവാൻ നിൽക്കുന്ന ശിവൻകുട്ടിയും ഒരു പ്രതീകമാണ്. ശിവൻകുട്ടി ഒരു ഒറ്റപ്പെട്ട വ്യക്തിത്വമല്ല. ശിവൻകുട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രതീകം മാത്രമാണ്. ഈ ഒരു ഓർമ്മപ്പെടുത്തൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് ഏപ്രിൽ 9 പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സാധാരണക്കാരായ അണികൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അഭിമന്യുമാർ, അഭിനവ ഇനിയും ബാക്കി ജീവനോടെ ശേഷിക്കുന്ന അഭിമന്യുമാർ, വലിയൊരു വിഭാഗം അഭിമന്യുമാർ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വിദ്യാർത്ഥി സംഘടനകളിലെങ്കിലും ശേഷിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള അഭിമന്യുമാരും അനുഭാവികളും, അതായത് സജീവമായി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാതെ എന്നാൽ സ്വന്തം കുടുംബത്തിൻ്റെയും വോട്ടുകൾ എക്കാലത്തും പാർട്ടിക്ക് മാത്രം നൽകുന്ന അനുഭാവികളും അഭിമന്യുമാരും, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന അഭിമന്യുമാരും ചിന്തിക്കുക, ഓർക്കുക, അഭിമന്യുവിനെ മറക്കാതിരിക്കുക, ശിവൻകുട്ടിയെ. ഇത് മാത്രമേ പറയാനുള്ളൂ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.